അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ മുജാദലയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 18 ആയത്തുകളാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 19ാമത്തെ ആയത്തായിരിക്കും പഠിക്കുന്നത്. ഇതുവരെയുള്ള ആയത്തുകളുടെ ഒരു വിഷയം നമ്മൾ മനസ്സിലുണ്ടാവും. പിന്നെ ഒരു സഹാബി വനിത കൗല ബിൻ സാലബ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട സംഭവമാണ് സൂറത്ത് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നീട് മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള കുറേ പ്രശ്നങ്ങൾ, രഹസ്യങ്ങൾ, പിന്നെ കളവ്, കാപഢ്യം, ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ അള്ളാഹു അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതിനുശേഷം 19ാമത്തെ ആയത്തിൽ അള്ളാഹു ഷെയ്ത്താനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇസ്തഹ്വദ അലൈഹിമു ഷെയ്ത്താൻ, പിശാച് അവരെ കീഴടക്കി എന്ന് പ്രയോഗിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സൂറത്ത് തുടങ്ങുന്നത് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അള്ളാഹു എല്ലാം അറിയുന്നവനായിരിക്കെ എന്ന അറിവുണ്ടായിരിക്കെ മനുഷ്യൻ ധാരാളം തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട്, അടിസ്ഥാന കാരണമായിട്ട് അള്ളാഹു പറയുന്നത് പിശാച് അവനെ കീഴടക്കി എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെ ഇന്നത്തെ വിഷയം അതായിരിക്കും. ഷെയ്ത്താൻ, ഇബ്ലീസ് എന്നുള്ള ഖുർആൻ്റെ പ്രയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഖുർആൻ പറയുന്നത് എന്നതുമായിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയം. ഈ സൂറത്തിൽ 2 തവണ അള്ളാഹു ഷെയ്ത്താനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് 10ാമത്തെ ആയത്താണ്. അതിൽ അള്ളാഹു പറയുന്നത് ഇന്നമൻ നജ്വാ മിന ഷെയ്ത്താൻ എന്ന് പറയുന്നുണ്ട്. രഹസ്യങ്ങൾ, മനുഷ്യന് രഹസ്യങ്ങൾ ധാരാളമായിട്ട് മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ തമ്മിൽ രഹസ്യങ്ങൾ പറയുന്നത് ഷെയ്ത്താൻ്റെ പ്രലോഭനം കൊണ്ടാണ് എന്നല്ല പറയുന്നുണ്ട്. അതേപോലെ 19ാമത്തെ ആയത്തിലെ പ്രയോഗം ഇസ്തഹ്വദ അലൈഹിമു ഷെയ്ത്താൻ, അവരെന്ത് ചെയ്തിരിക്കുന്നു, പിശാച് കീഴടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത്. ഖുർആനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനിൽ 2 പ്രയോഗങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. ഒന്ന് ഇബ്ലീസാണ്, 2 ഷെയ്ത്താനാണ്. പൊതുവിൽ നമ്മൾ സാധാരണ തഫ്സീറുകളിലും പിന്നെ സാധാരണ നമ്മൾ തന്നെ മനസ്സിലാക്കുന്ന ഒന്ന്, 2നെയും നമ്മൾ ഒരുമിച്ചാണ് മനസ്സിലാക്കുക. ഇബ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആൾക്കാർ പറയും ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ ഇബ്ലീസും ഷെയ്ത്താനെയും ഒന്നായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഖുർആൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇബ്ലീസ് ഖുർആനിൽ പിന്നെ 11 തവണയാണ് അള്ളാഹു ഇബ്ലീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 11 തവണയും അള്ളാഹു പറയുന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പും ആ സൃഷ്ടിപ്പിന് ശേഷം മലക്കുകളോടും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഇബ്ലീസ് എന്ന ജിന്നിനോടും അള്ളാഹു സുജൂദ് ചെയ്യാൻ പറയുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഖുർആനിൽ 11 തവണയും അള്ളാഹു ഇബ്ലീസിനെ കുറിച്ച് പറയുന്നത്. അതിനുശേഷമുള്ള സംഭവമാണ് എന്ത്, ആദം നബി അലൈഹിസ്സലാമിനെ പിന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ട് ആ മരത്തിൻ്റെ അടുക്കരുത്, പോകരുത് എന്ന് അള്ളാഹു പറയുകയും അതിനെ പ്രലോഭിപ്പിക്കുന്ന ശക്തിയായിട്ട് അള്ളാഹു അവിടെ പരിചയപ്പെടുന്നത് ഇബ്ലീസിനെ അല്ല, ഷെയ്ത്താനെയാണ്. ഷെയ്ത്താനാണ് അള്ളാഹു അവിടെ ഉപയോഗിക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ ഇബ്ലീസ് എന്ന് പറയുന്നത് തന്നെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ജിന്ന് എന്ന് പറയുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചതുപോലെ തന്നെ അള്ളാഹിൻ്റെ സൃഷ്ടിപ്പുകളാണ് ജിന്ന്. മനുഷ്യനെ പോലെ തന്നെ സ്വാതന്ത്ര്യവും നരകവും സ്വർഗവും വിചാരണയും ഒക്കെ ഉള്ള സൃഷ്ടിയാണെന്ത്, ജിന്ന് എന്ന് പറയുന്നത്. ഒരാളാണെന്ത്, ഇബ്ലീസ് എന്ന് പറയുന്നത്. ഷെയ്ത്താനിയത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാതരം പ്രലോഭനങ്ങൾ നടത്തുന്ന ആ ശക്തിയെ അല്ലെങ്കിൽ ആ സബ്ജക്റ്റിനെ, അതിനെ പറയുന്നതാണ് ഷെയ്ത്താൻ. എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് അള്ളാഹുവിനെ അനുസരണക്കേട് നടത്തുന്നത് തന്നെ ഇബ്ലീസിന് എന്തിൻ്റെ പ്രലോഭനം ഉള്ളതുകൊണ്ടാണ്, ഷെയ്ത്താനിയത്ത് എന്ന് പറയുന്നത് മനുഷ്യന് സ്വാതന്ത്ര്യമുള്ള ഒരു സൃഷ്ടിപ്പ് ഉണ്ടാക്കുമ്പം അതിൻ്റെ കൂടെ അള്ളാഹു പിന്നെ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ഷെയ്ത്താനിയത്ത് എന്ന് കാണാൻ പറ്റും. അപ്പം അതിൽ പിന്നെ ആദം ഇബ്ലീസ് സംഭവം, ആ സംഭവത്തെ അള്ളാഹു പഠിപ്പിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സംഭവം പഠിപ്പിക്കുന്നത് തന്നെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതം എങ്ങനെയായിരിക്കും, നമ്മൾ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പം എങ്ങനെയായിരിക്കും ജീവിതം എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ചെറിയ സാമ്പിളായിട്ടാണ് ഇബ്ലീസിൻ്റെയും
പിന്നെ ആദമിൻ്റെയും സംഭവം അള്ളാഹു അവിടെ പറയുന്നത്. അത് ഇപ്പോൾ നമ്മൾ സൂറ ബക്കറ 11 സ്ഥലത്ത് പറയുന്നുണ്ട്. സൂറ ബക്കറയിലെ 30 മുതൽ 37 വരെയുള്ള ആയത്തുകൾ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ആദ്യം അവിടെ പറയുന്നത് വൈദ് ഖാല റബ്ബുക മലായികത്തി ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ എന്നുള്ളതാണ്. അള്ളാഹു എന്ത് ചെയ്യുന്നു? ഒരു പ്രതിനിധിയെ ഉണ്ടാക്കുന്നു. മലക്കുകൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്, എന്ത് കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന സൃഷ്ടിയെയാണോ നീ ഉണ്ടാക്കുന്നത്? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നിനക്ക് സുബ്ഹാനല്ലാഹ് അല്ലെങ്കിൽ നിനക്ക് തസ്ബീഹ് നിന്നെ സ്തുതിച്ചുകൊണ്ട് നമ്മളുണ്ട്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സാധ്യതയുള്ള ഒരു സൃഷ്ടിയെ നീ ഉണ്ടാക്കുന്നത് എന്ന് അള്ളാഹുവിനോട് ചോദിക്കുമ്പം അള്ളാഹ് പറയുന്നത് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്തത് എനിക്കറിയാം എന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ആദമിന് എന്ത് ചെയ്തു? മനുഷ്യ സൃഷ്ടി എന്ന ആ സൃഷ്ടിയുടെ മറ്റൊരു ഗുണമായിട്ട് അള്ളാഹു എന്ത് ചെയ്തു? പഠിക്കുക, അറിവ് നേടുക എന്നുള്ളൊരു കഴിവ് കൂടി കൊടുത്തു. ഈ രണ്ടായത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്, ഒന്ന് മനുഷ്യനെ അള്ളാഹു പ്രതിനിധിയായിട്ട് ലോകത്ത് സൃഷ്ടിക്കുന്നു. അവൻ്റെ രണ്ട് സവിശേഷത, ഒന്ന് അറിവ് നേടുക എന്നുള്ളതാണ്, അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. നന്മയും ചെയ്യാം തിന്മയും ചെയ്യാം. അപ്പം അതോടൊപ്പം ശൈത്താനിയത്തിൽ വീഴാനുള്ള സാധ്യതയുമുണ്ട് എന്നതുകൊണ്ടാണ് പിന്നെ മലക്കുകൾ ചോദിക്കുന്നത്, എന്ത് കുഴപ്പമുണ്ടാക്കുന്ന രക്തം ചിന്തുന്ന ഒരു സൃഷ്ടിയെ നീ എന്തിനാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ തസ്ബീഹ് മാത്രമല്ല, മലക്കുകളെ പോലെ തസ്ബീഹ് മാത്രമല്ല, രക്തം ചിന്താനും സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ ശൈത്താനിയത്തിലേക്ക് വീഴാൻ സാധ്യതയുള്ള ഒരു സവിശേഷത മനുഷ്യന് അവിടെ പറയുന്നുണ്ട്. അതേപോലെ മലക്കുകളുടെ ഒരു പ്രത്യേകതയായിട്ട് അവിടെ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. മനുഷ്യൻ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമുള്ള, രക്തം ചിന്താൻ ഫസാദ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുപോലെ മലക്കുകൾക്ക് സ്വാതന്ത്ര്യമില്ല, നിരന്തരം അനുസരണം മാത്രമുള്ള ഒരു സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ അവരെ എന്ത് ബാധിക്കില്ല? ഷെയ്ത്താനിയത്ത്. ഞാൻ ഷെയ്ത്താനിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. ഷെയ്ത്താൻ എൻ്റെ പ്രലോഭനത്തിന് സാധ്യതയുള്ള ഒരു സൃഷ്ടി, അത് സാധ്യമല്ല. ഇനി 34-ാമത്തെ ആയത്തിൽ അള്ളാഹു ഇതിന് തൊട്ടുടനെ പിന്നെ എങ്ങനെയാണ് ഒരു ഷെയ്ത്താൻ്റെ പ്രലോഭനം സ്വാതന്ത്ര്യമുള്ള ഒരു സൃഷ്ടിക്ക് സംഭവിക്കുക എന്നത് പഠിപ്പിക്കാൻ വേണ്ടി ഇബ്ലീസിൻ്റെ സംഭവം നമുക്ക് പഠിപ്പിക്കുന്നു. എന്താണ്? വഇദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ല ഇബ്ലീസ്. ഇബ്ലീസ് സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യാതിരിക്കുന്നു. അബാ വസ്തക്ബറ, അവൻ എന്ത് ചെയ്യുന്നു? അഹങ്കരിക്കുന്നു. വകാന മിനൽ കാഫിരീൻ, അവൻ എന്താണ്? കുഫ്ർ എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് കടക്കാനുള്ള സ്വഭാവമായിട്ട് നിരന്തരം ഖുർആൻ പറയുന്ന ഈമാന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുഫ്ർ ആദ്യമായി ഉപയോഗിക്കുന്നത് അള്ളാഹു ഏതിൻ്റെ സംഭവത്തിലാണ്? ആ അനുസരണക്കേടുമായി ബന്ധപ്പെട്ട സംഭവമാണ്. 35-ാമത്തെ ആയത്തിൽ ആദമിന് അതേപോലത്തെ പ്രലോഭനത്തിൽ ആദം വീഴുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ഇബ്ലീസ് വീണതാണ് ആ സുജൂദ് ചെയ്യാതിരിക്കുന്നത് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് 35-ാമത്തെ ആയത്തിൽ വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുക്കൽ ജന്ന, നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇടത്തിൽ, ഈ തോട്ടത്തിൽ എന്ത് ചെയ്യുക? എന്തും വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം? തിന്നുക, കുടിക്കുക. വലാ തഖ്റബാ ഹാദിഹി ഷജറ, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ മരത്തിൻ്റെ അടുത്ത് മാത്രം അടുക്കരുത്. ഫഅസല്ലഹുമ ശൈത്താൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇബ്ലീസ് അല്ല, ഫഅസല്ലഹുമ ശൈത്താൻ, അവരെന്ത് ചെയ്തു? സല്ല എന്ന് പറയുന്നത് അവരെ അവിടെ നിന്നും വ്യതിചലിപ്പിച്ചു എന്നാണ്. ആരാണ് വ്യതിചലിപ്പിക്കുന്നത്? ശൈത്താനാണ് വ്യതിചലിപ്പിക്കുന്നത്. 37-ാമത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ മറ്റൊരു സവിശേഷത കാണിക്കുകയാണ്. അത് തൗബയാണ്. എന്താണ് തൗബ? മനുഷ്യൻ നേരെ തിരിച്ച് തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അതേ മനുഷ്യന് നന്നാകാനുമുള്ള സാധ്യതയെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. എന്ത്? ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനോട് തൗബ ചെയ്ത് തിരിച്ചെന്ത് ചെയ്യുന്നു? ശൈത്താനിയത്തിൽ നിന്നും തിരിച്ചു വരുന്നു. എന്താണ്? എന്നിട്ട് പിന്നെ 38-ഉം 39-ാമത്തെ ആയത്തിൽ അള്ളാഹു ജീവിതത്തിൽ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇതിൽ എന്തൊക്കെയാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്? ജീവിതത്തിലെ പരീക്ഷണത്തിൻ്റെ 2 സൂചനകളാണ്. ഒന്ന് മരമാണ്, 2 സുജൂദാണ്. സുജൂദ് യഥാർത്ഥത്തിൽ സുജൂദ് എന്നത് തന്നെ പ്രസക്തമായ കാര്യമല്ല. നമ്മൾ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ കുമ്പിട്ട് നിന്നാൽ അത് സുജൂദാവില്ല. എന്തുകൊണ്ടാണ് സുജൂദാകുന്നത്? അള്ളാഹു പറഞ്ഞ ദിശയിൽ, അള്ളാഹ് പറഞ്ഞ എണ്ണത്തിൽ, അള്ളാഹ് പറഞ്ഞത് പോലെ ചെയ്യുന്നത് കൊണ്ടാണ് ആ ശരീരത്തിൻ്റെ മൂവ്മെന്റ് എന്താകുന്നത്?
സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ സുജൂദ് ചെയ്യുക എന്നുള്ളത് ഇബ്ലീസിന്റെ പരീക്ഷണമായിരുന്നെങ്കിൽ മരമായിരുന്നു ആരുടെ പരീക്ഷണം? ആദം നബി അലൈഹിസ്സലാമിന്റെ പരീക്ഷണം. ഈ പരീക്ഷണത്തെ ശൈത്താനിയത്തിനെ മറികടന്നുകൊണ്ട് അള്ളാഹനെ അനുസരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലുടനീളം നടക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അത് പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഇബ്ലീസും ആദമും മലക്കുകളും ഇങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് അവിടെ അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നത്. സൃഷ്ടിപ്പിൻ്റെ 2 എക്സ്ട്രീംസാണ്, 2 ആത്യന്തികതകളാണ്. ഒന്ന് മലക്കും 2 ശൈത്താനിയത്തും. മലക്ക് എന്ന് പറയുന്നത് എന്താണ്? സ്വാതന്ത്ര്യമില്ലാതെ എപ്പോഴും നന്മ മാത്രം ചെയ്യുന്ന ഒരു സൃഷ്ടിപ്പാണെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ശൈത്താനിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതാണ്. മനുഷ്യന് ഇതിൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും ഉണ്ടാകുക. മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കുന്ന ഒരു സൃഷ്ടിയല്ല, തെറ്റ് ചെയ്ത് ശൈത്താന്യത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളതും എന്നാൽ തിരിച്ചു നന്നാകാൻ സാധ്യതയുള്ള ഈ ഒരു സൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ശൈത്താനിയത്തിനെ കുറിച്ച്, ശൈത്താൻ എന്നുള്ള കൺസെപ്റ്റ് അള്ളാഹു പഠിപ്പിക്കുന്നതിലൂടെ നമ്മളെ അള്ളാഹു കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുറേ പാഠങ്ങൾ ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം ഞാനിത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും മനസ്സുമായി ബന്ധപ്പെട്ടുള്ളൊരു വിഷയമാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മളെ വിലയിരുത്തിയിട്ട് അറിയേണ്ടുന്ന ഒരാളാണെന്ത്? ഒരു സാധനമാണ്, ഒരു ശക്തിയാണ്, ഒരു ഇൻഫ്ലുവൻസ് ആണ് ശൈത്താനിയത്ത്. നിങ്ങൾ ഓരോരുത്തരും നമ്മളേതായ രീതിയിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. ശൈത്താനിയത്തിനെ കുറിച്ച് അള്ള പഠിപ്പിക്കുമ്പം അള്ള തരുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, മനുഷ്യൻ്റെ ഉണ്മ എന്ന് പറയുന്നത് പരിശുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് നിഷ്കളങ്കമായിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫിത്രനെ കുറിച്ചുള്ള ഹദീസിൽ പറയുന്നത് മനുഷ്യൻ നന്മ നിഷ്കളങ്കനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അവൻ പിന്നീട് എന്താകുകയാണ്? തിന്മയിലേക്ക് പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ തന്നെ എന്തല്ല? തിന്മയിലല്ല സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ നന്മയിലും നിഷ്കളങ്കമായിട്ട് അള്ളാഹു സൃഷ്ടിക്കുന്നു. അവന് പിന്നീട് നന്മയിൽ നിന്നും അങ്ങോട്ട് പോകുന്നതാണെന്ത്? തിന്മയിലേക്ക് പോകുന്നതും മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള് നന്മയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസം കിട്ടും. നമ്മൾ കുറച്ച് സമയത്തേക്ക് അങ്ങോട്ട് പോയി പോകുന്നതാണ്, തിരിച്ചു വരാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കൽ വളരെ പ്രധാനമാണ്. അതേപോലെ എത്രയും നന്നായി സൃഷ്ടിച്ച ഞാനാണ് ഈ തിന്മയിൽ വീണു പോകുന്നത് എന്നത് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കുറ്റബോധവും പാപഭാരവും ഉണ്ടാകുന്നത്. അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യനെ സൃഷ്ടിച്ചത് നിഷ്കളങ്കമായിട്ടാണ്, പിന്നീട് അവൻ ശൈത്താന്യത്തിലേക്ക് വീണു പോകുന്നതാണ്. സൂറത്ത് തീനിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അവൻ്റെ സൃഷ്ടിപ്പ് എന്താണ്? ഏറ്റവും അഹ്സനായിട്ടാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. പിന്നീടാണ് അവൻ എന്ത് ചെയ്യുന്നത്? ആ അഹ്സനിൽ നിന്നും എന്താകുന്നത്? മോശത്തിലേക്ക് പോകുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നന്മയായി സൃഷ്ടിച്ച് മരണം വരെ നന്മയിൽ നിൽക്കാനുള്ള ആകെ ഉള്ള പിടിവള്ളി എന്താണ്? ഈമാനും അമലു സാലിഹാത്താണ്. ഈ ഈമാനും അമലു സാലിഹാത്തും നമ്മൾ നിരന്തരം ചെയ്യാത്തിടത്തോളം നമ്മൾ പോകാൻ പോകുന്നത് താഴേക്കാണ്, ശൈത്താന്യത്തിലേക്കാണ് എന്നാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ നന്മയിലാണ് സൃഷ്ടിച്ചതെങ്കിൽ കൂടി അള്ളാഹു തന്നെ ലോകത്ത് സൃഷ്ടിവെച്ചിട്ടുള്ള ധാരാളം പ്രലോഭനങ്ങളും തിന്മയിലേക്കുള്ള ഫോഴ്സുകളും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് നമ്മളെ അള്ളാഹു ആദ്യം തന്നെ പഠിപ്പിച്ചു വെക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ അള്ളാഹു സൃഷ്ടിക്കുന്നു, നമുക്ക് അള്ളാഹു സ്വാതന്ത്ര്യം തരുന്നു, ഇന്നതൊക്കെ ചെയ്താലാണ് സ്വർഗത്തിൽ പോകുക എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നന്മ ഇതൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു തന്ന അതേ അള്ളാഹു തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലോകത്ത് പരീക്ഷണമാക്കിയിട്ട് നമ്മെ പ്രലോഭിപ്പിക്കാൻ, നമ്മെ തിന്മയിലേക്ക് നയിക്കാനുള്ള ധാരാളം പണികൾ, ധാരാളം കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് ചുറ്റും തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശൈത്താനിയത്തിനെ കുറിച്ചുള്ള അള്ളാഹ് പഠിപ്പിക്കുന്നതിൻ്റെ രണ്ടാമത് നമുക്ക് തരുന്ന പാഠങ്ങൾ. ഇതെന്തൊക്കെ ആവാമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, മനുഷ്യൻ തന്നെ ആകാം, മനുഷ്യൻ തന്നെ ശൈത്താനാകാം. അതാണ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് സൂറ നാസിൽ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ തന്നെ, നമ്മുടെ ഇടപെടുന്ന മനുഷ്യൻ തന്നെ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തിന്മയിലേക്ക് അള്ളാഹു അല്ലാത്ത ആ മാർഗത്തിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കാനുള്ള സംസാരം കൊണ്ടും എന്തും ചെയ്യുന്ന എല്ലാം ശൈത്താനിയത്തി പ്രയോഗമാണ്. ജിന്നുകളാകാം, നമ്മളെ തന്നെ ചിന്തകളാകാം. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ തന്നെ ചിന്തകൾ ഇതിൻ്റെ ഭാഗമാകാം.
നമ്മുടെ ഓരോ നിലപാടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെടുക്കുന്ന ഓരോ നിലപാടുകൾ, നിങ്ങൾ ഇന്ന് ഖുർആൻ ക്ലാസ്സിന് വരണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ പുറകെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ നന്നാകണമെന്ന് എവിടുന്നോ നമ്മൾ ഓരോ നിലപാടുകൾ എടുക്കുന്നതും നമ്മൾ ഓരോ സംസാരിക്കുന്നതും പലതരം ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമാണ്. നമുക്ക് നമ്മളെ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. നിങ്ങളൊരു 10 വർഷം മുന്നേ ഉള്ള നിങ്ങളല്ല ഇപ്പോഴത്തെ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? നിങ്ങൾ നേടിയ അറിവാണ്, നിങ്ങൾ ഇടപെടുന്ന ആൾക്കാരാണ്, നിങ്ങൾ കേൾക്കുന്ന കേൾവികളാണ്, കാഴ്ചകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? നിങ്ങളുടെ നിലപാടുകളെ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 2 എക്സ്ട്രീമോ ആട്ടോ. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വല്ലാത്ത അമിത ആത്മവിശ്വാസം. നമ്മളെക്കുറിച്ച് അമിത ആത്മവിശ്വാസം എന്ന് വെച്ചാൽ എൻ്റെ ചിന്ത എൻ്റേതാണ്, അങ്ങനെയുണ്ടല്ലോ. നമ്മളെക്കുറിച്ച് തന്നെ ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ നിലപാട് എന്നൊക്കെ പറയുന്നത് ഞാൻ ഭയങ്കര പഠിച്ചെടുത്ത നിലപാടായിട്ടാണ് നമുക്ക് തോന്നുക. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയോ ആവാം. നമ്മളെ ധാരാളം ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതുകൊണ്ട്, നിങ്ങളൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുമ്പം നിങ്ങളുടെ നിലപാടുകൾ വേറെ ആയിരിക്കും. അപ്പം നമ്മളെക്കുറിച്ച് തന്നെ വല്ലാണ്ട് ആത്മവിശ്വാസത്തിലാകരുത് എന്നുള്ളതും ഇത് പാഠമാണ്. കാരണം എല്ലാ നിമിഷവും നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ശക്തികൾ നമുക്ക് ചുറ്റും ഉണ്ട് എന്ന് മാത്രമല്ല, മനസ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ മനസ്സ് എവിടെ തുറന്നു വെക്കുന്നോ അതൊക്കെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും. നിങ്ങളൊരു ഫുൾ ടൈം 3 മണിക്കൂർ ഒരു കാര്യം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ അതിനോട് തുറന്നു വെക്കുകയാണ്. അതൊക്കെ നമ്മളെ മനസ്സിനെ സ്വാധീനിക്കും. നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സിനെ അയാൾക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ്. ഏതോ രീതിയിൽ അയാളെ നമുക്ക് എത്ര ഇഷ്ടമില്ലെങ്കിലും അത് നമ്മളെ സ്വാധീനിക്കും. അള്ളാഹു ശൈത്താനിയത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന 2ാമത്തെ പാഠം, ഇങ്ങനെ ധാരാളം പ്രലോഭനങ്ങളുടെ സാധ്യതകൾ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ നിയന്ത്രിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തഖ്വ എന്താണ് യഥാർത്ഥത്തിൽ? തഖ്വ എന്താണ്? തഖ്വ യഥാർത്ഥത്തിൽ പ്രതിരോധമാണ്. തഖ്വ എന്നുള്ള വാക്കിൻ്റെ ഏറ്റവും വലിയ പ്രയോഗം പ്രതിരോധമാണ്. എന്തിനെയാണ് പ്രതിരോധിക്കുന്നത്? ഈ ശൈത്താനിയത്തിനെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്. നമ്മൾ എവിടെ പോകുമ്പോഴും സിറാത്തൽ മുസ്തഖീമിൽ നിന്നും നമ്മളെ തെറ്റിക്കുന്ന ഓരോ ഈ സ്വാധീനങ്ങളെയും പ്രതിരോധിക്കാനുള്ള നമ്മുടെ കഴിവാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ഇതിൽ സൂറ അൻആമിൽ ഞാൻ ഈ ആയത്ത് മുന്നേ കുറേ പ്രാവശ്യം ഓതിപ്പിച്ചത് എന്താണ് ഈ ആയത്തുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ ഒരു സിമ്പിൾ അർത്ഥം കിട്ടും. എന്നാലും ഖുർആനിൽ ഇത് പറയുമ്പോൾ അള്ളാഹു സീരിയസ് ആയിട്ട് എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ. സൂറ അൻആമിൽ 68-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, وَإِذَا رَأَيْتَ الَّذِينَ يَخُوضُونَ فِي آيَاتِنَا فَأَعْرِضْ عَنْهُمْ حَتَّى يَخُوضُوا فِي حَدِيثٍ غَيْرِهِ എന്നാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പരിഹസിക്കുന്നതിൽ മുഴുകിയവരെ നീ കണ്ടാൽ അവർ മറ്റു വല്ല വർത്തമാനത്തിലും പ്രവേശിക്കുന്നത് വരെ നീ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സദസ്സിൽ പോയിട്ട് അള്ളാൻ്റെ ആയത്തുകളെ പരിഹസിക്കുന്ന, അല്ലെങ്കിൽ സദസ്സൊന്നുമല്ല, നമ്മൾ എവിടെയോ നിൽക്കുകയാണ്, ഇസ്ലാമിനെ നിരന്തരം പരിഹസിക്കുന്ന, നമ്മുടെ ആദർശത്തെ പരിഹസിക്കുന്നവരുടെ ഒരു സദസ്സ് കണ്ടാൽ അവരാ സംസാരത്തിൽ നിന്നും വേറെ സംസാരത്തിലേക്ക് പോകുന്നവരെ എന്ത് ചെയ്യുക? നിങ്ങൾ അവരിൽ നിന്നും മാറുക. ഇനിയുള്ള പ്രയോഗം ശ്രദ്ധിച്ചിട്ടില്ല. ഇനി വല്ലപ്പോഴും നിന്നെ ഷെയ്ത്താൻ മറപ്പിച്ച് കളയുന്ന പക്ഷം ഓർമ്മ വന്നതിന് ശേഷം ആ അക്രമികളായ ആളുകളുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്. എന്താ അള്ളാഹ് ഇവിടെ പഠിപ്പിക്കുന്നത്? ഇൻഫ്ലുവൻസ് ആണ്. നമ്മൾ എത്രയൊക്കെ സ്ട്രോങ് ആണെങ്കിലും അത്തരം അന്തരീക്ഷത്തിൽ നമ്മളെ കൊണ്ടിടുമ്പം നമ്മളിൽ ഉണ്ടാകാവുന്ന സാധ്യതകളെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിനെ നമുക്ക് പല സദസ്സുകളുമായിട്ട് എന്ത് ചെയ്യാം ഇതാക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വല്ലാണ്ട് ആത്മവിശ്വാസം ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദൗർബല്യമുള്ള ചില മേഖലകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബയെക്കുറിച്ച് പറയുന്ന കുറേ സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. നമ്മൾ തൗബ ചെയ്യുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിട്ട് പ്രവാചകൻ പറയുന്നത് തെറ്റിൽ സാധ്യമാകുന്ന ആ ഏരിയയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതൊരു സ്റ്റെപ്പാണ്. തൗബ ചെയ്യുമ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുമ്പം ആ തെറ്റിൽ നിന്നും അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് എന്താണ്? ആ തെറ്റ് വീണ്ടും സാധ്യമാകുന്ന ഏരിയയിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മൾ മാറണം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ മനസ്സിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. സൂറ ഫുർഖാനിൽ 28ഉം 29ഉം ആയത്തിൽ മഹ്ശറയിൽ പരാജയപ്പെട്ടവരുടെ കുറ്റബോധം അള്ളാഹു പഠിപ്പിക്കുന്നത്. പരാജയപ്പെട്ടവരുടെ കുറ്റബോധം അവർ പറയുന്നത്, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്നാണ്.
ഞാൻ ഇന്നയാളെ കൂട്ടുകാരനാക്കിയില്ലായിരുന്നെങ്കിൽ എന്ന് ഇത് അള്ളാഹ് മഹ്ശറയെ കുറിച്ച് പഠിപ്പിക്കുമ്പം എന്തിനാണ് നമ്മളെ ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം സ്വാധീനങ്ങൾ നമ്മൾ അവിടെ എത്തിക്കുമെന്ന് കാണിക്കുക. എന്നിട്ട് അള്ളാഹു പറയുന്നത് ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇത് ജാഅനി വകാന ശൈത്താനു ലിൽ ഇൻസാനി ഖദൂല എന്നാണ്. എന്താണ്? പിശാച് മനുഷ്യനെ എന്ത് ചെയ്യുന്നു? കൈവിട്ട് കളയുന്നവനാകുന്നു എന്നാണ്. ഇന്നാളെ ഞാൻ അപ്പം പലതരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും എന്നുള്ളത് ഓരോ വ്യക്തികളെ സെലക്ട് ചെയ്യുമ്പം, കാണുന്നത് എന്താണ് എന്ന് സെലക്ട് ചെയ്യുമ്പം, കേൾക്കുന്നത് എന്താണ് എന്ന് സെലക്ഷനിലൊക്കെ എന്തുണ്ട് എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസും ഉണ്ടാവണം നമ്മളെക്കുറിച്ച്. പക്ഷെ ഈ ഒരു അലേർട്ട്നെസ്സും നമുക്കുണ്ടാവണം, ജാഗ്രതയാണ്, നമ്മളിൽ ഇത് സ്വാധീനം ഉണ്ടാകും എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരം എല്ലാ ബന്ധപ്പെടുന്ന മേഖലകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം, എപ്പോഴും ജാഗ്രതയുള്ളൊരു മനസ്സുണ്ടാവണം. ഇതാണ് രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം ഇതും വളരെ പ്രധാനമാണ്. ഷെയ്ത്താൻ എന്ന് പറയുന്നത് നമ്മുടെ വികാസത്തിൻ്റെ ഒരു ഘടകമാണ്. എന്താണ്? അല്ലാമ ഇക്ബാലിൻ്റെ ഇബിലീസിനെ കുറിച്ചുള്ള പഠനം തന്നെ നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രോങ് ആയിട്ട് പഠിച്ചാൽ മതി. കാരണം മൂപ്പര് കുറേ വിശാലമായിട്ടാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഷെയ്ത്താൻ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ആക്ടിവിറ്റി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം നടക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന ചാലകമാണെന്ത്? ഷെയ്ത്താൻ. എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ വികസിക്കാം, നമ്മളെങ്ങനെയാണ് സ്വർഗത്തിലാകാൻ അർഹരായ രീതിയിൽ വികസിക്കുക? നമ്മൾ വികസിക്കുന്നത് തസ്കിയത്തിലൂടെയാണ്, സംസ്കരിക്കപ്പെടുമ്പോഴാണ്. എങ്ങനെയാണ് സംസ്കരിക്കപ്പെടുക? നമുക്ക് മുന്നിലൊരു പരീക്ഷണം ഉണ്ടാവുകയും ആ പരീക്ഷണത്തെ നമ്മൾ മറികടക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൂടുതൽ വികസിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ആവില്ല? നമ്മൾ കൂടുതൽ നന്നാവില്ല. നമ്മൾ ഒരു പ്രലോഭിപ്പിക്കുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിലൂടെ പോയി, നമുക്ക് കാണാൻ പറ്റാത്തൊരു കാഴ്ച, ആ കാഴ്ചയെ കാണണമെന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ശൈത്താനിയത്തും നമ്മുടെ പ്രലോഭനം. നമ്മുടെ കണ്ണ് അത് കാണണം എന്ന് പറയും. നമ്മൾ അള്ളാനെ വിചാരിച്ചുകൊണ്ട് അത് കാണാതെ പിടിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വികാസം സംഭവിക്കുന്നുണ്ട്. ഈ വികാസം എപ്പോൾ സംഭവിക്കൂല? ഒന്നും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യൂല? സംഭവിക്കൂല. ഒന്നും നടന്നില്ലെങ്കിൽ നമ്മൾ വികസിക്കൂല, നമ്മൾ വിജയിക്കൂല. നിങ്ങൾ ജിമ്മിലൊക്കെ പോയിട്ട് കുറച്ച് മസിൽസ് ഒക്കെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? 10 ഇന്ന് ചെയ്യുന്നതെങ്കിൽ നാളെ 12 ചെയ്യുമ്പോഴേ കുറച്ചും കൂടി വികസിക്കുള്ളൂ. അപ്പോൾ വിയർക്കുമ്പോഴാണ് നമ്മൾ വളരുക. അള്ളാഹു എന്തിനാണ് ശൈത്താനിയത്ത് അല്ലെങ്കിൽ തിന്മയിലേക്കുള്ള പ്രലോഭനം ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തി വികസിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യുമ്പോഴാണ്. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ പ്രലോഭനങ്ങളെ വേണ്ടാന്ന് വെക്കുമ്പം നമ്മൾ വിയർക്കും, നമ്മൾ ഒന്നും കൂടി നമ്മൾ കൂടുതൽ പുതിയ മനുഷ്യനായിട്ട് മാറും എന്നുള്ളതാണ്. സൂറ സബയിൽ അള്ളാഹു പറയുന്ന 21-ാമത്തെ ആയത്തിൽ വമാ കാന ലഹു അലൈഹിം മിൻ സുൽത്താൻ, അവനെന്തില്ല? ശൈത്താന് നിങ്ങളുടെ മുകളിൽ ഒരു അധികാരവുമില്ല. ഇല്ലാലി നഅലമ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, മൈ യുഅ്മിനു ബിൽ ആഖിറത്തി, നിങ്ങളിൽ ആരാണ് ആഖിറത്തിൽ വിശ്വസിക്കുന്നവർ, മിമ്മൻ ഹുവ മിൻഹ ഫീ ഷക്ക്, നിങ്ങളിൽ സംശയമുള്ളവരാരാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്തത്? ശൈത്താനിയത്തിനെ ഇട്ടോ. ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് വെച്ചാൽ അവന് നിങ്ങളുടെ മേലിൽ സ്വാധീനം ഇല്ല, നിങ്ങളുടെ മേലിൽ ഒരു സ്വാധീനം ഇല്ല. എന്തിനാണ് അള്ളാഹു ശൈത്താനിയത്തിനെ ഉണ്ടാക്കിയത്? ഇല്ല അലമ, അള്ളാഹ്ക്ക് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ത്? നമ്മളിൽ ആരാണ് വിശ്വസിക്കുന്നവർ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ശൈത്താൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വികാസത്തിൻ്റെ ഘടകം കൂടിയാണ്. സൂറ ഷംസിൽ അള്ളാഹു എന്താ പഠിപ്പിക്കുന്നത്? വനഫ്സിൻ വമാ സവ്വാഹ, അള്ളാഹു എന്ത് ചെയ്തു? നമ്മുടെ ആത്മാവുണ്ടാക്കി. എന്നിട്ട് എന്താ ചെയ്തത്? ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, തഖ്വ മാത്രമല്ല ഇട്ട, അള്ളാഹ് തന്നെ ഇട്ടതാണ് എന്ത്? ഫുജൂർ എന്ന് പറഞ്ഞാൽ എന്താ? തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത അള്ളാഹ് തന്നെ ഇട്ടതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണെന്ത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ആരാണ് വിജയിക്കുള്ളൂ? ഈ തിന്മയുടെ സാധ്യത ഉണ്ടായിട്ടും സംസ്കരിക്കപ്പെട്ടവനാണ് തസക്ക, സംസ്കരിക്കപ്പെട്ടവനാണ് എന്ത് ചെയ്യുള്ളൂ? അവനെ ഇതാക്കുള്ളൂ. അല്ലാമ ഇക്ബാലിൻ്റെ ഒരു കവിത ഉണ്ട് ഇബിലീസിനെ കുറിച്ച്, ഇബിലീസ് പറയുന്നതായിട്ടുള്ള കവിത ഉണ്ട്. അതിൽ ആ കവിതയിൽ അല്ലാമ ഇക്ബാൽ പറയുന്നത്, പരിമിതമായ ബുദ്ധി, ഇത് ഇബിലീസ് ശൈത്താന് പറയാട്ടോ, പരിമിതമായ ബുദ്ധിയും അറിവുമുള്ള നിസ്സാരനായ സൃഷ്ടിയായ മനുഷ്യൻ നിന്റെ മടിയിലാണ് ജനിച്ചതെങ്കിലും എൻ്റെ പ്രവർത്തനത്തിലാണ് വളരുന്നത് എന്നുള്ള ഇതിൻ്റെ ആ ഒരു കവിയുടെ ഭാഷയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. എന്ന് വെച്ചാൽ അള്ളാഹിനോട് പറയാണ്, നിന്റെ മടിയിലാണ് ഈ മനുഷ്യൻ ജനിച്ചതെങ്കിലും
എൻ്റെ പ്രവർത്തനത്തിലാണ് അവൻ എന്ത് ചെയ്യുന്നത്, വളരുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ശൈത്താൻ ഇല്ലെങ്കിൽ പ്രവർത്തനം ഇല്ല, പിന്നെ ശൈത്താൻ ഇല്ലെങ്കിൽ എന്തില്ല, യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം ഇല്ല. ഏതോ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കുറേ ദിക്ർ ചെയ്യുന്നത് എന്തല്ല, അത് അതിന് വലിയ വികാസത്തിൻ്റെ സാധ്യതയില്ല. ദിക്ർ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്. നടു റോഡിലിറങ്ങി മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കാണാൻ പറ്റാത്തത് കാണാതിരിക്കുമ്പോഴാണ് നമ്മളിൽ പ്രവർത്തനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുക. അതേപോലെ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത് ഒരു പ്രവർത്തനമല്ല, അതാർക്കും ചെയ്യാൻ കഴിയുന്ന സാധനമാണ്. നമ്മൾ ആഗ്രഹിക്കുമ്പോഴും അത് ആഗ്രഹിക്കുന്നത് ചെയ്യാതിരിക്കുന്നതാണ് എന്ത്, പ്രവർത്തനം. അപ്പോൾ രണ്ടാണ്. അപ്പം ഈ അള്ളാഹു എന്തിനാണ് ഷെയ്ത്താൻ ഉണ്ടാക്കിയെന്നുള്ള മൂന്നാമത്തെ പാഠം എന്താണ്, ഷെയ്ത്താനാണ് നമ്മുടെ വികാസത്തിൻ്റെ ഘടകം എന്നുള്ളതാണ്. നാലാമത് അള്ള പഠിപ്പിക്കുന്ന പാഠം, ഷെയ്ത്താൻ ഒരു ഒഴിവ് ഒരു എക്സ്ക്യൂസ് അല്ല എന്നുള്ളതാണ്. നമ്മളാണ് ഉത്തരവാദികൾ. എന്ന് വെച്ചാൽ എല്ലാം ചെയ്തിട്ട് ഇതിപ്പോൾ ഷെയ്ത്താൻ്റെ പ്രലോഭനമാണ് എന്നതല്ല കൺസെപ്റ്റ്. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കൺസെപ്റ്റാണ്. നമ്മളാണ് ഉത്തരവാദികൾ. ഇത് ഖുർആൻ നിരന്തരം പറയുന്ന കാര്യമാണ്. മനുഷ്യൻ തിന്മ ചെയ്യുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന് പ്രലോഭനമാണ്, 2 വീഴാനുള്ള മനസ്സിൻ്റെ ഇതാണ്. അപ്പോൾ ആ മനസ്സാരതാണ്, നമ്മളതാണ്. സൂറ യൂസുഫിൽ അള്ളാഹു പറയുന്നത് 53-ാമത്തെ ആയത്തിൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തെറ്റുകാരനല്ല എന്ന് ആ സ്ത്രീ സമ്മതിക്കുന്നു. അത് കഴിഞ്ഞിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്താ പറയുന്നത്, വമാ ഉബരിഉ നഫ്സി, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്നും ഒഴിവാക്കുന്നില്ല, ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സൂ, എല്ലാ ആത്മാക്കളും എല്ലാ നഫ്സും എന്ത് ചെയ്യും, തെറ്റിലേക്ക് ചായാൻ സാധ്യതയുള്ളത് ആണ് എന്ന് യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്നത്. സൂറ ഇബ്രാഹിമിലെ 22-ാമത്തെ ആയത്തിൽ മഹ്ശറയിൽ വകാല ഷെയ്ത്താനു ലമ്മ, ഷെയ്ത്താനും പിന്നെ മനുഷ്യനും തമ്മിലുള്ള സംസാരത്തിൽ ഷെയ്ത്താൻ പറയുന്നത് അവരോട്, അതായത് പരാജയപ്പെട്ടവരോട് പറയുന്നത്, അവർ പറയുന്നത് നീയല്ലേ നമ്മളെ പ്രലോഭിപ്പിച്ചത് എന്ന് അവർ പറയുമ്പോൾ ഷെയ്ത്താൻ പറയും, വമാകാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിന്റെ മേൽ ഒരു പവറും ഉണ്ടായിരുന്നില്ല, ഇല്ല അൻ ദഅഉതുകും ഫസ്തബിജ്തും ലി, ഞാൻ നിന്നെ വിളിച്ചു, നീ എന്ത് ചെയ്തു, നീ എനിക്ക് മറുപടി തന്നു. ഫലാ തലൂമൂനി, നീ എന്നെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, വലൂമു അൻഫുസക്കും, നീ നിന്നെ തന്നെ എന്ത് ചെയ്യാണ്, കുറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണ്ട, അത് ഭയങ്കര ഇതൊരു വലിയൊരു എന്ത് ചെയ്യരുത്, ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഷെയ്ത്താൻ്റെ സ്വാധീനം നമ്മുടെ മനസ്സിൻ്റെ സ്ഥിതി അനുസരിച്ചുകൊണ്ടാണ് എന്നും ഖുർആൻ പഠിപ്പിക്കുന്നു. ഷെയ്ത്താന് മുഖ്ലിസീൻ്റെ മുകളിൽ ഒരു സ്വാധീനവും ഉണ്ടാവില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കും. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നിഷ്കളങ്കർ. നമ്മൾ തിന്മ എത്ര കുറക്കുന്നോ അത്രയും നമുക്ക് ഷെയ്ത്താൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. 2 തരം കൽബുകളെയാണ് ഷെയ്ത്താൻ സ്വാധീനിക്കുക. ഒന്ന് അഫാക്കിൻ അസീം എന്നാണ് ഖുർആൻ പറയുന്നത്. അഫാക്കിൻ അസീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഫാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളവ്, കാപഢ്യം, സത്യസന്ധമല്ലാത്തതും, അസീം എപ്പോഴും തെറ്റ് ചെയ്യാൻ നിന്നു കൊടുക്കുന്നവരുമായിട്ടുള്ള മനസ്സിനെ എന്ത് ചെയ്യും, ഇത് ഷെയ്ത്താൻ സ്വാധീനിക്കും. സൂറ ഷുറായിൽ 221 222 ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലുൽ ഷെയ്ത്താൻ, ഞാൻ നിങ്ങൾക്ക് ആരുടെ മുകളിലാണ് ഷെയ്ത്താൻ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു തരട്ടെ. തനസ്സലു അലാ കുല്ലി അഫാക്കിൻ അസീം എന്നാണ്, അഫാക്കിൻ അസീം. രണ്ടാമത് ഷെയ്ത്താൻ സ്വാധീനിക്കുന്ന മനസ്സ് എന്ന് പറയുന്നത് കസത്ത് കുലൂബ് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്. കസത്ത് കുലൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, കഠിനമായ ഹൃദയം. കഠിനമായ ഹൃദയം, ഇത് ഖുർആൻ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കസത്ത് കുലൂബ്. എപ്പോഴാണ് ഹൃദയം കഠിനമാകുക? ഇത് ഖുർആൻ പഠിപ്പിക്കുന്നത് ദിക്റുകൾ കുറയുമ്പോഴാണ് ഹൃദയം കഠിനമാകുക. നിങ്ങൾക്ക് എത്ര അള്ളാഹിൻ്റെ ഓർമ്മ കുറയുന്നോ അത്രയും നിങ്ങളുടെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. അത്തരം ഹൃദയങ്ങളെയാണ് എന്ത് ചെയ്യുക, ഷെയ്ത്താൻ സ്വാധീനിക്കുക. സൂറ ഹജ്ജിൽ 53-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ലിയജ്അല മാ യുൽക്കി ഷൈത്താനു ഫിത്നതൻ, ഷെയ്ത്താനെ എന്ത് ചെയ്തു, അള്ളാഹു ഒരു പരീക്ഷണമാക്കി. ലില്ലദീന ഫീ ഖുലൂബിഹിം മറളുൻ, രോഗമുള്ള മനസ്സുകൾക്കും, വൽ ഖാസിയതി ഖുലൂബുഹും, ഖസത്ത് ഖുലൂബ്, ഹൃദയം കാഠിന്യമുള്ളവർക്കും എന്ത് ചെയ്തു അള്ളാഹു. എന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ചിട്ട് നമ്മൾ തിന്മ ചെയ്യുന്നു എന്നുള്ളത് പോലെ തന്നെ നമ്മൾ തിന്മ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ഷെയ്ത്താൻ നമ്മളെ പ്രലോഭിക്കും. തിന്മ ചെയ്യാൻ എപ്പോഴും റെഡിയായി എന്ന ഒരു പ്രലോഭനം വരട്ടെ, ഞാൻ തിന്മ ചെയ്യാം, അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ റെഡിയാകാണ്.
എന്തെങ്കിലും നമ്മൾ പറയില്ലേ, ആ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ ഞാൻ വീണുപോയി എന്ന് പറയില്ലേ. അപ്പോൾ ഈ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവും കാത്തു നിൽക്കുന്ന മനസ്സുണ്ടാവും. എങ്ങനെയെങ്കിലും ഒരു സാഹചര്യം, അങ്ങനെ തയ്യാറായ മനസ്സുകളെ എപ്പം വീണ് എന്ന് ചോദിച്ചാൽ മതി. യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെ ആ സ്ത്രീയുടെ പ്രലോഭനത്തിൽ വീഴാത്തതിനെക്കുറിച്ച് ഖുർആൻ പറയുന്ന സുന്ദരമായ സന്ദർഭമുണ്ട്. അതിൽ അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം ആ പ്രലോഭനത്തിൽ വീഴുമായിരുന്നു, വീണേനെ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ഉറപ്പ് ആ ഹൃദയത്തിന് ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിരന്തരം ജാഗ്രതയോടുകൂടി ദിക്റിൽ, അള്ളാഹിൻ്റെ ദിക്റിലും നിരന്തരമായിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു മനസ്സില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ വീണു പോകും എന്നുള്ളതാണ്. ഇനി ഇതാണ് 4 പാഠങ്ങൾ ശൈത്താനിയത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി ശൈത്താൻ പ്രവർത്തിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ മൊത്തത്തിൽ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഓരോരുത്തരുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരാൾക്ക് പറഞ്ഞു തരാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ തന്നെ ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ, നമ്മൾ തന്നെ തെറ്റുകളെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശൈത്താൻ പ്രവർത്തിക്കുന്ന മേഖല ഒന്ന് സിറാത്തൽ മുസ്തഖീമാണ്. അള്ളാഹു ഖുർആനിൽ ശൈത്താൻ തന്നെ പറഞ്ഞില്ല, അഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം എന്നാണ്. ഞാൻ പോയിട്ട് സിറാത്തൽ മുസ്തഖീമിൽ പോയി ഇരിക്കും എന്നാണ് ശൈത്താൻ പറയുന്നത്. ഞാൻ പോയിട്ട് സിറാത്തൽ മുസ്തഖീമിൽ പോയി ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എപ്പോഴൊക്കെ നന്മ ചെയ്യാൻ വിചാരിച്ചോ അപ്പോഴൊക്കെ നമുക്ക് ശൈത്താൻ്റെ മേഖല അതാണ്. നിങ്ങൾ ഒരാളെ സഹായിക്കാൻ 500 റിയാൽ പോക്കറ്റിൽ നിന്ന് എടുക്കാൻ നോക്കി നോക്കുക, അപ്പോൾ എവിടെയോ ഒരു പിടിവലി വരും. ഈ 500 റിയാലും കൂടി വെച്ചിരുന്നെങ്കിൽ മറ്റേ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൊണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വരും. നമ്മൾ എന്തെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിന് പോകാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ നിന്ന് നോക്കുക, അപ്പോൾ ഒരു സാധനം വരും. നമുക്ക് അവിടെ പോയിട്ട് കാർ റിപ്പയർ ചെയ്യാം, പിന്നെ ഇവിടെ പോയിട്ട് ഇൻഷുറൻസ് പുതുക്കാം, അങ്ങനെ കുറേ സാധനങ്ങൾ വരും. ഇങ്ങനെ വീട്ടിൻ്റെ പണി തീർക്കണം. ഇങ്ങനെ എപ്പോഴൊക്കെ നമ്മൾ സിറാത്തൽ മുസ്തഖീമിൽ കടക്കാൻ പോകുന്നോ ആ മേഖലയാണെന്ത്? ശൈത്താൻ്റെ മേഖല. ഇനി ഇതിനോടൊന്നിച്ച് ഖുർആൻ പറയുന്ന ഒരു സൂറ നഹലിന് 98-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വഇദാ ഖറഅതൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതുമ്പം ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അതുകൊണ്ടാണ് നമ്മൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ഖുർആൻ ഓതുന്നതിന് മുമ്പേ പറയുന്നത്. ഏതാണ് മേഖല? ഖുർആൻ ഓതുന്ന ഏരിയ ശൈത്താൻ എന്ന് വെച്ചാൽ ഖുർആൻ ഓതാൻ നമ്മൾ തുടങ്ങുമ്പം മൂപ്പരെന്ത് ചെയ്യും? അവിടുന്ന് നമുക്ക് പണി തരാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഖുർആൻ നന്മയിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഏരിയ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശൈത്താൻ ഉണ്ടാവുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ പുറകിലൂടെ, അവരുടെ മുകളിലൂടെ, അവരുടെ ബാക്കിലൂടെ ഒക്കെ അവരെന്ത് ചെയ്യും? അവരെ ഞാൻ അറ്റാക്ക് ചെയ്യുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. മൂന്നാമത്തെ ഏരിയ, അള്ളാൻ്റെ അനുസരണവും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഏരിയ. ഇതാണ് ശൈത്താൻ്റെ മെയിൻ സ്ഥലം. അള്ളാഹിനോടുള്ള അനുസരണവും നമ്മുടെ ആഗ്രഹങ്ങളും ഏറ്റുമുട്ടുന്ന ഏരിയ, നമ്മുടെ ഈഗോവും ഏറ്റുമുട്ടുന്ന ഏരിയ. ഇബ്ലീസിൻ്റെ എന്തായിരുന്നു പ്രശ്നം? ഇബ്ലീസ് പറയുന്നത് എന്താണ്? എൻ്റെ ജന്മം പരിശുദ്ധമാണ്, പവിത്രമാണ് എന്ന് പറയുന്നത് ഈഗോ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. രണ്ടാമത് അഹങ്കാരമാണ് ഇബ്ലീസിൻ്റെ പ്രശ്നം. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രശ്നം എന്തായിരുന്നു? മുൽക്കില്ലായിബ് എന്ന് പറഞ്ഞാൽ അധികാരവും എന്തായിരുന്നു? പിന്നെ ഹുൽദ്, പിന്നെ ശാശ്വതമായ ജീവിതവും. അധികാരവും ശാശ്വതമായ ജീവിതവുമായിരുന്നു ഷെയ്ത്താൻ ആദം നബി അലൈഹി ഇസ്ലാമിനെ പ്രലോഭിപ്പിച്ചത്. ഇബ്ലീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ അള്ളാഹ് പറഞ്ഞ അനുസരിക്കാനുള്ള മേഖല വരുമ്പം അവിടെ നമ്മുടെ ആഗ്രഹങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്ന ഏരിയ ആണ് എന്നുള്ളതാണ്. അവസാനത്തെ വിഷയം, എങ്ങനെയാണ് ഷെയ്ത്താൻ നമ്മളോട് ഇത് കുറേ പറയാനുള്ള വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അധികം നമ്മളോട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ബാക്കി നിങ്ങളുടെ പഠനത്തിന് ഞാൻ വിട്ടുതരാണ്. ഷെയ്ത്താൻ എങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുക എന്നുള്ളത് ഖുർആൻ ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട്. ഇത് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കേണ്ട വാക്കാണ്. ഒന്ന്, അള്ളാഹ് ഉപയോഗിച്ച വാക്ക് ഹുത്തുവാത്താണ്. ഹുത്തുവാത്ത്, വലാ തത്തബിയു ഹുത്തുവാത്ത് ഷെയ്ത്താൻ. ഹുത്തുവാത്ത് എന്ന് പറഞ്ഞാൽ കാൽപാദങ്ങളാണ്, പക്ഷെ ചെറിയ സ്റ്റെപ്പാണ്. ചെറിയ സ്റ്റെപ്പിനാണ് ഹുത്തുവാത്ത് എന്ന് പറയുക. വളരെ ഗ്രാജുവലായിട്ടാണ് നമ്മളൊരു തിന്മയിലേക്ക് വീഴ്ത്തുക. വളരെ മെല്ലെ ആദ്യത്തെ പണിയെടുത്ത് ഇന്ന് മെല്ലെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ആയിട്ട് മെല്ലെയാണ് അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇടുക. ഹുത്തുവാത്ത് എന്നുള്ളതാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത് അള്ളാഹു ഉപയോഗിച്ചത് വസ്വസാണ്. ഫവസ്വസ ലഹുമ ഷൈത്താൻ. വസ്വസ വേറെ ഏത് സൂറത്തിലാണ് ഉപയോഗിച്ചത്? സൂറ നാസിൽ യുവസ്വിസു അലാ സുദൂരി നാസ്. എന്താണ് വസ്വസ? മർമറാണ്.
ചെറിയ ഇങ്ങനെ മർമ്മരങ്ങളുണ്ടാകും, നമ്മളിങ്ങനെ കാതിലിങ്ങനെ വന്നിട്ട് മെല്ലെ മെല്ലെ പറയും, ഇതിനെയാണ് വസ്വസ് എന്ന് പറയുക. അങ്ങനെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ തിന്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക, ആ മൊമെൻറ്റ്, ആ നിമിഷത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. ഏതോ ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് ആ ചെയ്യുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ഇതാണ് ഷെയ്ത്താൻ്റെ ഒരു ഇൻഫ്ലുവൻസിൻ്റെ മേഖല. അതേപോലെ അള്ളാഹു ഉപയോഗിച്ചൊരു പദമാണ് ദല്ല എന്നുള്ളത്. അസല്ലഹുമ ഷെയ്ത്താൻ. ദല്ല എന്ന് പറഞ്ഞാൽ സ്ലിപ്പാവലാണ്, മെല്ലെ പിന്നെ വഴുക്കലാണ്. അങ്ങനെയാണ് നമ്മൾ ഷെയ്ത്താൻ. നമ്മൾ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നേർക്ക് നേരെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പറയും നമ്മളെന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ മെയിൻ ആളാണ് നീ ഇതെന്നും പറയും. സ്ലിപ്പാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പോലും അറിയാതെ എന്താണ് നമ്മൾ മെല്ലെ സ്ലിപ്പാകുക എന്നുള്ളതാണ്. ഷെയ്ത്താനിൽ വീഴുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക, അതിലേക്ക് വീണ് പോവുകയാണ് നമ്മൾ ചെയ്യുക. അതേപോലെ അള്ളാഹു ഉപയോഗിച്ചൊരു പദം വഹിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്ന വഹി പോലെ ഇന്ന ഷയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഹും എന്നാണ്. വഹി എന്താണ്? വഹി നമ്മുടെ ഉള്ളിലേക്ക് രഹസ്യമായി മറ്റൊരാൾക്ക് അറിയാത്ത രീതിയിൽ രഹസ്യമായിട്ടൊരു മെസ്സേജ് തരുന്നതാണ് വഹി. ഷെയ്ത്താൻ്റെ ഇൻഫ്ലുവൻസ് അങ്ങനെയാണ്. അതേപോലെ തന്നെ അള്ളാഹു ഉപയോഗിച്ചൊരു പദം സയ്യനയാണ്. ഇത് സയ്യന ലഹുമു ഷെയ്ത്താനു അഅ്മാലഹും. സയ്യന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിന്മയാണ് ചെയ്യുന്നത്, പക്ഷെ നമുക്കത് എന്ത് ചെയ്യും, നമ്മളെ ഭയങ്കര നന്മയായിട്ടും. ഇനി നമ്മൾ ഏത് സദസ്സിൽ പോയിട്ടും വാദിച്ച് അത് നന്മയാക്കാൻ നമ്മൾ റെഡിയായിരിക്കും. നമ്മൾ ചെയ്യുന്നത് തിന്മയാണ്, വൻ പൊട്ടത്തരായിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ വാദിച്ച് ഇത് തന്നെയാണ് ഏറ്റവും ശരിയെന്ന് നമുക്ക് തോന്നും. അപ്പോൾ സയ്യന, ഷെയ്ത്താൻ എന്ത് ചെയ്യും, അതിനെ സയ്യനാകും. അപ്പം ഈ പദങ്ങളിൽ നിന്നും അള്ളാഹു പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒന്ന് ഷെയ്ത്താൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ മനസ്സുമായി ബന്ധപ്പെട്ട സാധനമാണ്. ഒരാൾ നമ്മളെ അടിച്ച് തിന്മയിലേക്ക് കൊണ്ടുപോകല്ല, അടിച്ച് തിന്മയെ കൊണ്ടുപോയി നമുക്ക് അറിയാൻ പറ്റും, മനസ്സിലാണ്. അതുകൊണ്ടാണ് അള്ളാഹു വസ്വസ് വഹി എന്നൊക്കെ ഉപയോഗിക്കുന്നത്. 2 ചിന്തകളിലാണ് സ്വാധീനം. 3 അള്ളാഹു പഠിപ്പിക്കുന്നത് നേർക്ക് നേരെ എന്ത് ചെയ്യൂല, ആ ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് സയ്യന എന്ന അള്ളാഹു ഉപയോഗിക്കുന്നത്. അതേപോലെ മെല്ലെ മെല്ലെ ആയിരിക്കും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കണം. ചിന്തകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു 5 നേരത്തെ നമസ്കാരം നമുക്ക് തന്നത്. ചിന്തകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നോമ്പ് അള്ളാഹു തരുന്നത്. ചിന്തകളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇഹ്തിസാബ് ചെയ്യാൻ അള്ളാഹു പറയുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ ചിന്തകളെ കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം. നമ്മളെ ചിന്തകൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്, എവിടേക്കാണ് പോകുന്നത്, ആരൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. 2 ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നുള്ള ദൃഢനിശ്ചയം വേണം. ആദം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് അസ്മ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഷെയ്ത്താൻ്റെ ഇതിൽ വീണതിനെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ഞാൻ ആദമിൽ അസ്മ് ഉണ്ടായില്ല, ദൃഢനിശ്ചയമാണ്. എങ്ങനെയൊക്കെ പ്രലോഭനം ഉണ്ടെങ്കിലും നിൽക്കുമെന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മൾ കേൾക്കുന്ന കേൾവികൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മൾ ഇടപെടുന്ന ആൾക്കാർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ബന്ധുക്കൾ, ഇവരെ എല്ലാവരെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ ഉണ്ടാകണം. എല്ലാവരുടെ ബന്ധം കുറിച്ച് ഓടുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, ബന്ധം വെച്ചിരിക്കെ തന്നെ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്ന വർത്തമാനങ്ങളും കാഴ്ചകളുമാണോ ഇത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതേപോലെ ഏറ്റവും അവസാനം നിരന്തരം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഖുർആൻ ഓതുമ്പോഴാണ് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അങ്ങനെയല്ല, ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത് ഇമ്മാ യൻസഅന്നക മിനശ് ശൈത്താനി നസ്ഉൻ ഫസ്തഇദ് ബില്ലാഹ് എന്നാണ്. നിങ്ങൾക്ക് തോന്നുകയാണ് എന്ത്, ഷെയ്ത്താൻ്റെ എന്തോ ഒരു ഇതുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, നിങ്ങൾ എന്ത് ചെയ്യണം, ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് നമുക്ക് പറയാൻ കഴിയണം. അപ്പോൾ ഇതൊരു എന്താണ് മനസ്സിലാക്കാൻ കുറച്ചും കൂടി നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മളെ അനുഭവങ്ങളിൽ ഇതുണ്ട്. നമ്മളെ ഓരോ തിന്മയുടെയും ആ മൊമെൻറ്റ് നിങ്ങൾ ആലോചിച്ചാൽ ഈ സംഭവം നമുക്ക് അറിയാൻ കഴിയും. ഷെയ്ത്താനെ അറിയാതെ, നമ്മുടെ മനസ്സിനെ അറിയാതെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയില്ല. കാരണം അള്ളാഹു വളരെ കൃത്യമായി ഇത്രയും ആയത്തുകൾ എടുത്തുകൊണ്ട് ഇത്രയും സീരിയസ് ആയിട്ട് ഒരു സൃഷ്ടിയെക്കുറിച്ച്, ഒരു സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുമ്പം ആ ഇൻഫ്ലുവൻസ് നമുക്ക് ചുറ്റും ഉണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ ഷെയ്ത്താനിൽ നിന്നും രക്ഷിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ മനസ്സിനെ ദൃഢമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.